ഇന്ന് നമ്മുടെ മൈ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിന്റെ ഈ പ്രാവശ്യത്തെ 4ാമത്തെ സെഷനാണ്. നമുക്ക് സ്പീക്കറായിട്ട് വന്നിട്ടുള്ളത് മുഹമ്മദ് റാഷിദ് ആണ്. ആളിപ്പോ ജാമ്യയില് MSW PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപ്പോയ്സ് സ്റ്റുഡൻസിനെയും അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് റാഷിദിനെയും ഞാൻ വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു റാഷി. എന്റെ പേര് മുഹമ്മദ് റാഷിദ് ആണ്. ഞാനിവിടെ ഇപ്പോ ജാമ്യയില് സോഷ്യൽ വർക്ക് സെക്കൻഡ് ഇയർ ആണ്. ഇന്ന് ഇവിടെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് എന്നുള്ള ഒരു സെഷനിൽ ഇവിടെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാന് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഞാന് നാട്ടില് പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. ഇവിടെ ജാമ്യയിൽ പഠിക്കുകയാണ്. എനിക്ക് നാട്ടിലുള്ള എഡ്യൂക്കേഷൻ, എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ കുറിച്ച് പറയുമ്പോൾ ഡിഗ്രി കാലിക്കറ്റിൽ നിന്നായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാലിക്കറ്റിൽ BA ഇംഗ്ലീഷ് ആയിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരുന്നു. ഇപ്പൊ ചെയ്യുന്നത് സോഷ്യൽ വർക്കാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും എങ്ങനെ സോഷ്യൽ വർക്കിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. എൻ്റെ ഗ്രാജുവേഷന് ശേഷം ഞാനൊരു 1 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ടീച്ചിങ് ആയിരുന്നു. ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഞാനൊരു 2 മന്ത് ഇയർ ഞാൻ ടീച്ചിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നതും ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ ഏത് വിഷയം എങ്ങനെ നമ്മൾ പെർസ്യൂ ചെയ്യണം, മാസ്റ്റേഴ്സിന്റെ ടോപ്പിക് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡുമായിട്ട് ചർച്ച ചെയ്ത് ഞാൻ അവസാനം എത്തിയ ഒരു ടോപ്പിക് ആയിരുന്നു സോഷ്യൽ വർക്ക് എന്നുള്ളത്. അപ്പോ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഞാനൊരു ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് കുറച്ച് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് മാസ്റ്റേഴ്സ് ലെവലിലേക്ക് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷന് കൊണ്ടുപോകാന് ഉള്ളൊരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ ഒന്ന് റീകൺസിഡർ ചെയ്തിട്ട് പിന്നീട് അതൊരു സോഷ്യൽ വർക്ക് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയും അതിൻ്റെ സാധ്യതകളെയും മറ്റു പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ അന്വേഷിച്ച് ഈ ഒരു ഇതിലേക്ക് എത്തിയതായിരുന്നു. അപ്പോ ജാമ്യയിലേക്കുള്ള സോഷ്യൽ വർക്ക് എങ്ങനെ, എൻ്റെ ആ ഒരു ജേണിയെ കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെക്കാം. ഒരുപാട് പേര് CUT പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ ഒരുപാട് പേര്. നിങ്ങളുടെ ഒരു അറിവിലേക്കായി പറയാണ്, ജാമ്യ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, യൂണിവേഴ്സിറ്റി CUT കീഴിലായിട്ട് അല്പം ചില കോഴ്സുകൾ മാത്രമുള്ളൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ഉള്ള ഡൊമൈനായിട്ടുള്ള അധിക കോഴ്സുകളും ജാമ്യ, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് കോഴ്സുകൾ മുഴുവനും അധിക കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ജാമ്യൻ്റെതായ ഓൺ എൻട്രൻസ് വഴി തന്നെയാണ്. അത് അങ്ങനെ തന്നെയായിരുന്നു സോഷ്യൽ വർക്കിന്റെ എൻട്രൻസും. ജാമ്യക്കായിട്ടുള്ള എൻട്രൻസ് ആണ് ജാമ്യന്റെ. അതോടൊപ്പം സോഷ്യൽ വർക്കിനുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു സോഷ്യൽ വർക്കിന്റെ എൻട്രൻസിന്റെ സെന്റർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ കേരളത്തില് സോഷ്യൽ വർക്കിന്റെ മാത്രമല്ല, I think 5 to 6 കോഴ്സുകളില് എക്കണോമിക്സ് പോലത്തുള്ള മറ്റു കോഴ്സുകളുടെ ഒക്കെ സെന്ററുകൾ എവിടെ വരുന്നുണ്ട്? നമ്മളെ തിരുവനന്തപുരത്തായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോഴും തിരുവനന്തപുരത്ത് തന്നെയാണ് അതിന്റെ സെന്റർ ഉണ്ടാവല്. അപ്പൊ കേരളത്തിലുള്ള അതിന്റെ സെന്റർ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് സെന്റർ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവരിവിടെ അതിൽ നിന്ന് സെലക്ട് ആവുന്ന ആളുകൾക്ക് ഇവിടെ ജാമ്യ എന്ത് ചെയ്യും, ജാമ്യന്റെ കോളേജിലോ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് ഇന്റർവ്യൂവും JDയും നടത്തപ്പെടും. അപ്പോ GD ഗ്രൂപ്പ് ഡിസ്കഷന് ഉണ്ടായിരിക്കും, പേഴ്സണൽ ഇന്റർവ്യൂകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മൂന്നും കൂടി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും എന്തുണ്ടാവുക, അവരുടെ എക്സാമിന്റെ ടോട്ടൽ ഔട്ട് ഓഫ് 100 വരിക. അപ്പൊ 75 ബാക്കി 25 ഈ പേഴ്സണൽ ഇന്റർവ്യൂ പ്ലസ് GDന്റെ മാർക്ക് കൂടി കൂട്ടിയിട്ടായിരിക്കും ഓവറോൾ, അത് എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ടായിരിക്കും ഉണ്ടാവുക.
സോഷ്യൽ വർക്കിന്റെ ഈ പ്രിപ്പറേഷനെ കുറിച്ച് ഞാൻ ആദ്യം പറയാൻ കരുതി. ഐ മീൻ എക്സാമിന് ജാമ്യന്റെ ഇതെന്ന് പറഞ്ഞ് ഒരു പ്രിപ്പറേഷന്റെ സോഷ്യൽ വർക്കിന്റെ ഒരു കോഴ്സ് വരുന്നത് അവര് 50% ആയിരിക്കും ഡൊമൈൻ സബ്ജക്റ്റിൽ നിന്നും, ബാക്കി 50% ജനറൽ നോളജ് പറഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. അതിൽ ജനറൽ നോളജ്, GK ജനറൽ നോളജ് വരും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, നമ്മൾ ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡൽ, പിന്നെ ടീച്ചിങ് സ്കിൽസ്, റീസണിങ്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ. നമ്മൾ ഈ നെറ്റ് എക്സാമിന് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ മറ്റു സ്കില്ലുകൾ കൂടി എന്താ ഇതില് ടെസ്റ്റ് ചെയ്തിട്ടാണ് സോഷ്യൽ വർക്ക് എന്നുള്ള ഈ ഒരു എക്സാമിന്റെ ഒരു കോഴ്സ് ഔട്ട്ലൈൻ ഉണ്ടായിരിക്കുക. പിന്നീട് അപ്പൊ അതിൽ വേറെ കാര്യം കൊണ്ട് എന്താ വെച്ചാൽ, ഈ ഗ്രാജുവേഷന് സോഷ്യോളജി എടുക്കുന്ന ആളുകൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നന്നായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് സോഷ്യൽ വർക്ക് എന്നുള്ളത്. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് അതല്ലാത്ത കോഴ്സുകൾ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ എടുത്തിരുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു, എനിക്കും ഇത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ടെൻഷൻ അടിക്കണ്ട. സോഷ്യോളജി ചെയ്യുന്ന ആളുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. മറ്റൊന്ന്, അത് കഴിഞ്ഞിട്ട് വരുന്നത് GD ആയിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. 6 പേരടങ്ങിയ ഗ്രൂപ്പുകൾ 6 മിനിറ്റ് ആയിരിക്കും. 6 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ റെലവൻറ്റ് സോഷ്യൽ ടോപ്പിക്കുകളായിരിക്കും നമുക്ക് ചർച്ച ചെയ്യാൻ തരിക. 1 മിനിറ്റ് നമുക്ക് ചർച്ച ചെയ്യാൻ 1 മിനിറ്റ് ടൈം തരും. ടോപ്പിക് ഒന്ന് 1 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട പോയിന്റ്സുകൾ നോട്ട് ചെയ്യാം. എന്നിട്ട് ഡിസ്കഷൻ തുടങ്ങുന്നു. ഇഷ്ടമുള്ളവർക്ക് പറയാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയട്ടെ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ മടി കൊണ്ട് നമ്മൾ പുറകോട്ട് അടിച്ചു നിൽക്കുക എന്നുള്ള അങ്ങനത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മള് മടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ പറയാന് ഒരു ബാക്കോട്ട് അടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. കാരണം കറക്റ്റായി കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് പെർ ഈച്ച് ഓരോ ആളുകൾക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് അതിനുണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ അവസരം മുതലാക്കുക, നമുക്ക് കഴിയുന്ന പോയിന്റുകൾ നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് JDക്ക് ശേഷമായിരിക്കും പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. പേഴ്സണൽ ഇന്റർവ്യൂവിൽ ഭയങ്കര കൂടുതൽ ടെൻഷൻ ആവാനോ അത്ര ഇതൊന്നുമില്ല, സിമ്പിൾ ആയിരിക്കും. നമ്മൾ ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ തന്നെ ആയിരിക്കും അവരുണ്ടായിരിക്കുക. നമ്മളുടെ ഗ്രാജുവേഷൻ കോഴ്സിൽ നിന്നും ഈ സോഷ്യൽ വർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് ആസ്പദമാക്കിയിട്ടായിരിക്കും കാര്യമായിട്ട് എന്ത് ചെയ്യാം, അവര് കോഴ്സ് ആ ഒരു ഇന്റർവ്യൂവിന്റെ ഇത് പോവാം. പിന്നെ നമ്മൾ എന്താണോ ആൻസർ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ നമ്മൾ പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് അവര് ഇന്ന കാര്യങ്ങൾ ചോദിക്കുമെന്നും അതിന് നമ്മുടെ കയ്യിൽ ഉത്തരം ഉണ്ടാവുകയും ചെയ്യണം എന്നുള്ള ഒരു നിലക്കുള്ള ഇന്റർവ്യൂ നമ്മൾ സെറ്റ് ചെയ്യണം. ഇന്നത് ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് എന്തായാലും ഇന്റർവ്യൂവർ ഇന്ന ചോദ്യം ചോദിക്കും, അപ്പൊ അതിനുള്ള മറുപടി കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നർത്ഥം. അല്ലാതെ നമ്മൾ കുഴങ്ങുന്ന ഉത്തരങ്ങൾ ഒരിക്കലും പറയരുത്. അങ്ങനെ ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ആദ്യം എൻട്രൻസ് എക്സാം പ്ലസ് ഇന്റർവ്യൂ, JD പ്ലസ് ഇന്റർവ്യൂ എന്നുള്ളതാണ്. ഇത് 3 കൂടി കൂട്ടിയിട്ടായിരിക്കും ജാമ്യന്റെ എൻട്രൻസ്, സോഷ്യൽ വർക്കിലേക്കുള്ള എൻട്രൻസ്. പിന്നീട് പറയാനുള്ളത്, ഞാൻ സോഷ്യൽ വർക്ക് കോഴ്സ്, ജാമ്യയിലുള്ള കോഴ്സിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു നടത്തിപ്പ് വശം, എങ്ങനെയാണ് അവര് അതിനെ കൊണ്ടു നടക്കുന്ന, ആ കോഴ്സ് പ്രധാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പറയാം. പൊതുവായിട്ട് ഈ ഒരു കോഴ്സിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു സ്വഭാവ നാച്ചർ, നമുക്ക് ആഴ്ചയിൽ 3 ദിവസം മാത്രമായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. ബാക്കി 2 ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നുള്ളത് നമുക്ക് ക്ലാസ്സുകളായിരിക്കും. അതോടൊപ്പം തേഴ്സ്ഡേ, ഫ്രൈഡേ നമുക്ക് സ്കിൽ ലാബ് ആയിരിക്കും, ഫീൽഡ് വർക്ക് ആയിരിക്കും. അപ്പൊ കൺകറന്റ് ഫീൽഡ് വർക്ക് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഫീൽഡ് വർക്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുക. 3 ദിവസത്തെ ക്ലാസ്സും 2 ദിവസത്തെ ഫീൽഡ് വർക്കും എന്നുള്ളതാണ്. ഇതോടൊപ്പം നമ്മൾ എന്തുണ്ടാകും,
നമുക്കൊരു സ്കിൽ ലാബ് പറയുന്ന ഒരു ലാബ് ഉണ്ടായിരിക്കും. ഐ മീൻ നമുക്ക് ഈ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട, നമ്മൾ നേഴ്ചർ ചെയ്ത് എടുക്കേണ്ട സ്കില്ലുകൾ, ആ സ്കില്ലുകളെ കുറിച്ച് കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരാനാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ളതാണ് ഈ സ്കിൽ ലാബ്. അത് നമുക്ക് തിയറി പ്ലസ് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ പഠിക്കുന്ന ഇതായിരിക്കും. ഐ മീൻ ഒരു 3 to 4 hour ഒരു ആഴ്ചയിൽ നമുക്ക് ഉണ്ടായിരിക്കും. ഒരു ആഫ്റ്റർനൂൺ മുതൽ ഈവനിങ് വരെ ഉള്ള ഒരു സെഷന്. അത് എല്ലാ വീക്കിലും നമുക്ക് ഉണ്ടായിരിക്കും. അത് അറ്റൻഡ് ചെയ്യൽ മസ്റ്റ് ആണ്. ഐ മീൻ മിസ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ആൻഡ് ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിലുള്ള സ്ട്രെങ്ത് എല്ലാവരും കൂടി ഒരൊറ്റ NGO ഇതായിട്ട് പോകലല്ല. ഡൽഹിയിലുള്ള പല പല NGOകൾ ഉണ്ടായിരിക്കും. പല പല NGOകളിലേക്ക് മാക്സിമം 4 persons, ക്ലാസ്സിലുള്ള 4 persons, മിനിമം 2 എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ NGOയിലേക്ക് അവർ നമ്മളെ ഓരോരുത്തരെ പ്ലേസ് ചെയ്യും. അതിലായിരിക്കും നമ്മൾ 1 year അക്രോസ് 1 year നമ്മളുടെ ഫീൽഡ് വർക്ക് പ്ലേസ്മെന്റ് ആ ഒരു NGOയിലായിരിക്കും. അതിനാസ്പദമാക്കിയിട്ടായിരിക്കും നമുക്ക് അതിനുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാകും, അതിനുള്ള വർക്ക് ടു ഡു സാധനങ്ങൾ ഉണ്ടാകും. ഒപ്പം നമുക്കൊരു ഗൈഡ്, നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടാവും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്കൊരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. സൂപ്പർവൈസർ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനും, നമുക്ക് എല്ലാ വീക്കിലും ഓരോ ഫീൽഡ് വർക്കും അതിന്റെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യലും മാമുമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും, പേഴ്സണലായിട്ട് നമുക്ക് എല്ലാ വീക്കിലും നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് അടുത്ത ഫീൽഡ് വർക്കിനുള്ള ഒബ്ജക്റ്റീവ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനും എല്ലാത്തിനും കഴിയും. സോ അങ്ങനെയാണ് ഈ സോഷ്യൽ വർക്കിന്റെ ഒരു നേച്ചർ എന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഞാൻ CUT എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിനേക്കാൾ എനിക്ക് ജാമ്യന്റെ എൻട്രൻസിനെ കുറിച്ചായിരിക്കും കൂടുതൽ പറയാൻ കഴിയാവുന്നത്. CUT എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ ഞാൻ CUT കൂടി എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ CUT സോഷ്യൽ വർക്ക് എന്നുള്ളതും ജാമ്യ സോഷ്യൽ വർക്കും ഡിഫറെന്റ് ആയിരുന്നു. കാരണം CUTന്റെ സോഷ്യൽ വർക്കിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 75+25 എന്നുള്ളതാണ്. ഐ മീൻ 75% ഡൊമൈൻ സബ്ജക്റ്റ് ആൻഡ് 25% ആയിരുന്നു ജനറൽ. നമ്മൾ പറയപ്പെട്ട ജനറൽ നോളജ്, ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ലോജിക്കൽ റീസണിങ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ആ സാധനങ്ങളല്ലാതും വരുന്നത് 25% ആയിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ജാമ്യന്റെ സെലക്ഷൻ, ഐ മീൻ അതിൻ്റെ ഒരു എൻട്രൻസിന്റെ എക്സാമിന്റെ രീതിക്ക് 50-50 ആയിരുന്നു. ബട്ട് ദിസ് ഇയർ എങ്ങനെയാണ് എന്നുള്ളത് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ഐ മീൻ പ്രോസ്പെക്ടസ് ഇതുവരെ ഔട്ട് ആയിട്ടില്ല, അതുകൊണ്ടാണ്. സോ അതിനുശേഷം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ ആസ് ഫാർ ആസ് ഐ നോ ഇങ്ങനെയാണ് 50-50. ആൻഡ് CUT 75-25 എന്നുള്ളതാണ്. CUT എന്നുള്ളത് ജാമ്യന്റെതും CUTന്റെതും ക്വൈറ്റ് ഡിഫറെന്റ് എന്നുള്ളതല്ല. ഐ മീൻ നമുക്ക് നമുക്ക് പരസ്പരം റിലേറ്റ് ചെയ്യാൻ കഴിയും. ബട്ട് കുറച്ചൊക്കെ എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ടാണ് CUT എന്നുള്ളത്. അപ്പൊ CUT പ്രിപ്പറേഷൻ, ഐ മീൻ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്കറിയാം. സോ CUT പ്രിപ്പറേഷനിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐ തിങ്ക് ജാമ്യനേക്കാൾ കൂടുതൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സുഖം CUT ആയിരിക്കും തോന്നുന്നു. കാരണം CUTന്റെ സിലബസ് ഡിഫൈൻഡ് ആണ് കറക്റ്റ് ആയിട്ട്. ഐ തിങ്ക് 10 ചാപ്റ്റർ ആയിരുന്നു, 10 യൂണിറ്റ്സ് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോ യൂണിറ്റുകളും അതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അതിൽ എന്തായിട്ടുണ്ടാകും, കുറിച്ചു വെച്ചിട്ട് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടാകും. സോ നമുക്ക് അതിനനുസരിച്ച് അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയാക്കും, പഠിച്ചാൽ മതി. അതിനുള്ള പോയിന്റ്സുകൾ കണ്ടെത്തി നോക്കി നോട്ടുകൾ ഉണ്ടാക്കി നോക്കിയാൽ മതിയാകും. ബാക്കി 25% നമ്മള് ഐ മീൻ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു ഇത് പറയുമ്പോൾ ഇങ്ങനെ GK ആവുമ്പോൾ നമുക്ക് എന്തായാലും വാസ്റ്റ് ആയൊരു ടോപ്പിക്കാണ്. അതായത് എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ കഴിയും, ഐ മീൻ ടോട്ടൽ എന്തായാലും നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല എന്നറിയാം. ബട്ട് ഒരുപാട് ഗ്രൂപ്പുകളും അവസരങ്ങളും നമുക്ക് എന്തുണ്ട്, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് തരുന്ന ഒരുപാട് ചാനലുകൾ. ഐ തിങ്ക് പ്രപ്പോയ്സിന്റെ ഈ ഒരു
ഇതിലും അവരും ഇത് ഇങ്ങനെ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സ് നൽകുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അങ്ങനെ അതിൽ അപ്ഡേഷൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. പിന്നെ മറ്റ് ലോജിക്കൽ റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, മറ്റു കാര്യങ്ങൾ, റിസർച്ച് ഇതുകളൊക്കെ അതെല്ലാം പല മാത്തമാറ്റിക്കൽ സാധനങ്ങളുണ്ട്, അതിന്റെ കോറ് പഠിച്ചു വെക്കുക. അല്ലാതെ നമുക്ക് എല്ലാ മറ്റേ ടെസ്റ്റുകളും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതിന്റെ കോർ എങ്ങനെയാണത് സോൾവ് ചെയ്യുക എന്നുള്ളത്, ഫൈൻഡിങ് എങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവങ്ങൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ 25% എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വരി ആവണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് പിന്നെ അതങ്ങനെയാണ് CUT-ന്റെ ഒരു ഇത്. പിന്നെ CUT മാർക്കിങ്, ഞാൻ സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ CUT-ന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല്, ഇന്ത്യയിലുള്ള ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് സോഷ്യൽ വർക്കിന്റെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് ടിസ് ആണ്. നമ്പർ 1 വരുന്നത് ടിസ് ആയിരുന്നു. സെക്കൻഡ് ജാമ്യയും ഡൽഹി DSSW എന്ന് പറയും, ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ ജാമ്യ അല്ലാത്ത മറ്റു പ്രൊമിനന്റ് ആയിട്ടുള്ള DSSW ആണെങ്കിലും ടിസ് ആണ് എന്നുണ്ടെങ്കിലും എല്ലാം വരുന്നത് CUT-ക്ക് കീഴിലാണ്. ടിസ് ഈ പ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടാണ് CUT-ക്ക് കീഴിൽ വന്നത്. അപ്പൊ CUT-ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണ്. CUT-ൽ കൃത്യമായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിസ്സിൽ അഡ്മിഷൻ നേടുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് സംഭവമാണ്. അത് CUT-യിലൂടെ നേടാൻ കഴിയുക എന്നുള്ളത് അത് ഒരു അഡ്വാൻറ്റേജ് ആയ കാര്യമാണ്, ഹാപ്പി ന്യൂസ് ആണ് സംഭവം. അപ്പോൾ നന്നായി അറ്റംപ്റ്റ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ടിസ്സിലും DSSW-ലും എല്ലാം എന്ത് ചെയ്യാൻ കഴിയും, നല്ല പ്രൊമിനന്റ് ആയ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോ നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. പിന്നെ ഞാന് പഠിക്കുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, ഇനി കേൾക്കാത്ത ആളുകളും ഉണ്ടാവാം. ജാമിയ അതിന്റെ ഈ CA ന്യൂസിന്റെ NRC CA ഒരു വിഷയം കേട്ട ആളുകൾ ഉണ്ടാകും. ആ ഒരു ടോപ്പിക്കിൽ ഒരുപാട് ന്യൂസുകളിലൊക്കെ ഇടം പിടിച്ച ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജാമിയ മില്ലിയ എന്നുള്ളത്. സോ ജാമിയ എന്ന കോളേജിന്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു എക്സ്പോഷർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ മാത്രം കേട്ട ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഭീകരമായ അന്തരീക്ഷം അവർ സൃഷ്ടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് എന്നുള്ളത് ഞാൻ പറയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നുമില്ല. പഠിക്കാൻ വളരെ അധികം നന്നായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള, എസ്പെഷ്യലി ഞാൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ വർക്ക് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് വളരെയധികം പഠനത്തിന് വളരെ സ്റ്റഡി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും യൂണിവേഴ്സിറ്റി കൂടിയാണ്. ജാമ്യന്റെ മറ്റൊരു പ്രൗഡ്, നമ്മൾ പറഞ്ഞ പോലെ സ്വകാര്യ അഹങ്കാരമാണ് RCA എന്നുള്ളത്. കോച്ചിങ് സെന്റർ, IAS കോച്ചിങ് സെന്റർ നടത്തുന്ന ഒരു ഇതുണ്ട്. അത് RCA താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അതിലേക്ക് റെഫർ ചെയ്യാം. സോ ജാമ്യ മറ്റു കാര്യങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ലൈബ്രറി ഉണ്ട്, വിശാലമായ ലൈബ്രറി. ആൻഡ് ഇബ്നു സീന എന്ന് പറഞ്ഞൊരു റീഡിംഗ് ഹാള്, സെപ്പറേറ്റ് റീഡിംഗ് ഹാൾ ഉണ്ട്. പിന്നെ പറയപ്പെടുന്ന മറ്റു അക്കാഡമിക് എക്സ്പോഷറുകൾ, കരിക്കുലം, മറ്റു കാര്യങ്ങളും, സപ്പോർട്ടുകൾ, മറ്റു എല്ലാ കാര്യങ്ങളും. ഇനി സ്പോർട്സിൽ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ജാമ്യയിലുണ്ട്. എല്ലാ രീതിയിലും കൾച്ചറലി എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ജാമിയ മില്ലിയ എന്നുള്ളത്. സോ ഐ തിങ്ക് ദീസ് ഓൾ ആർ ഐ ഹാവ് ടു സേ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനോട് ചോദിക്കാം. എനിക്ക് MCA-ന്റെ കോഴ്സിന്റെ ഇതിനെ കുറിച്ചിട്ടുള്ള പരിചയമല്ല. പ്ലേസ്മെന്റുകൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലാണ് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് സോഷ്യൽ വർക്കിന്റെ പ്ലേസ്മെന്റിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് പറയാൻ കഴിയുള്ളൂ.
ഐ തിങ്ക് പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ MCA ചെയ്യുന്ന ആളുകളെ മറ്റു ആളുകളെയൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. പ്ലേസ്മെന്റ് ജാമ്യ എന്നുള്ളത് ഒരു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. സോ മോസ്റ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റുകൾക്കും പ്ലേസ്മെന്റ്, നന്നായിട്ടുള്ള പ്ലേസ്മെന്റുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലേസ്മെന്റ് സെല്ലുകളൊക്കെ കൃത്യമായിട്ട് ആക്റ്റീവ്ലി എൻഗേജിങ് ആണ് ജാമ്യന്റെ പ്ലേസ്മെന്റ് സെല്ല് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുള്ളൂ. UG മാസ്റ്റേഴ്സ് എടുക്കാൻ സൈക്കോളജി UG എടുക്കണം എന്ന് നിർബന്ധമാണോ എന്നായിരിക്കും ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു അല്ലെ? അതെ. ഐ മീൻ ജാമ്യയില് ഒരിക്കലും എന്തില്ല, PG എടുക്കണം എന്നുണ്ടെങ്കിൽ UG സൈക്കോളജി തന്നെ ചെയ്യണമെന്ന് നിർബന്ധമല്ല. എനി ഡിസ്കോഴ്സസുകളാണെന്നുണ്ടെങ്കിലും ജാമ്യയില് സൈക്കോളജി PG എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോഷ്യൽ വർക്കും അങ്ങനെ തന്നെയാണ്. അറ്റ് എനി കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. GK അല്ലേ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് MSW, ജാമ്യന്റെ MSW നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ, 5 to 6 ഇയേഴ്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൃത്യമായ ഒരു ഐഡിയ കിട്ടും. ഐ മീൻ ജനറൽ നോളേജ് നമുക്ക് നോക്കുന്നതിനൊരു പരിധി ഉണ്ടാവും. ഈ ഞാൻ പറഞ്ഞതുപോലെ ജാമ്യന്റെ ഇതിൽ 50-50% ആണ്. 50% ഡൊമൈൻ സബ്ജക്ട് പ്ലസ് 50% ജനറൽ ആണ്. അപ്പൊ ഈ ഡൊമൈൻ സബ്ജക്റ്റിൽ വരുന്ന കാര്യങ്ങൾ തന്നെ എന്തൊക്കെയാണ് എന്നുള്ളത് സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ ആ 5 to 6 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതാണ് ഏറ്റവും സിമ്പിളായ വഴി. മറ്റൊന്ന്, ബാക്കി 50% ജനറൽ നോളേജ് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. അത് മാത്രം ജനറൽ നോളേജ് ജനറൽ നോളേജ് ഞാൻ പറഞ്ഞല്ലോ, ഐ മീൻ ഏറ്റവും കറന്റ്ലി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുക. മറ്റ് കാര്യങ്ങൾ നോക്കേണ്ടത് ലോജിക്കൽ റീസണിങ്, മറ്റേ ഞാൻ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, റിസർച്ചിന്റെ ആ സാധനങ്ങൾ, റിസർച്ചിന്റെ മറ്റു കാര്യങ്ങൾ, റീസണിങ് സാധനങ്ങൾ, അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അത് അതിൽ പെടുന്നതാണ്. ആ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യന്റെ എൻട്രൻസ് സിമ്പിളായി നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഐ മീൻ സോഷ്യൽ വർക്കില് MSWന് എൻട്രൻസ് എക്സാം എഴുതിയതിന് ശേഷം GD പ്ലസ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. 2 കൂടി ആയിരിക്കും ഉണ്ടാവുക. അതിന് ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ, ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. മറ്റുള്ളത് നാട്ടിൽ തന്നെ സെന്റർ ഉണ്ടായിരിക്കും, കേരളത്തിലെ ട്രിവാൻഡ്രം. മറ്റേത് ഇന്റർവ്യൂ പ്ലസ് GD അറ്റൻഡ് ചെയ്യുന്ന വേണം. ഓക്കെ, ദെൻ നമുക്ക് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ആ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെഷൻ. താങ്ക്സ് റാഷിദ് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഡൗട്ട് ഒക്കെ ക്ലിയർ ആയി ഹാപ്പി ആണെന്ന് വിചാരിക്കുകയാണ്. സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ.